എല്ലാവർക്കും സ്വാഗതം. സ്നേഹമുള്ളവരെ, CCC 2614 നമ്മളെ ഇന്നത്തെ വിഷയം. 2614 വളരെ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണിത്. എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം ആയിരിക്കുക. പിതാവിനോടുള്ള പ്രാർത്ഥനയുടെ നിഗൂഢ രഹസ്യം. പിതാവിനോടുള്ള പ്രാർത്ഥനയുടെ നിഗൂഢ രഹസ്യം യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കൈമാറുമ്പോൾ, ശ്രദ്ധിക്കണം, അടുത്ത് പറയണത് വളരെ ശ്രദ്ധിക്കണം, എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടുന്ന് മഹത്വീകൃതമായ മനുഷ്യ പ്രകൃതിയോടെ, യേശുവിൻ്റെ ശരീരം മരിച്ചു ഉയർത്തു. ആ ഉയർത്ത ശരീരത്തിൻ്റെ അവസ്ഥയാണ് മഹത്വീകൃതമായ അവസ്ഥ. ഉയർത്ത് സ്വർഗാരോഹണം ചെയ്യുന്ന അവസ്ഥ. മഹത്വീകൃതമായ മനുഷ്യപ്രകൃതിയോടെ പിതാവിൻ പക്കലേക്ക് മടങ്ങിയതിന് ശേഷം, അതാണ് ഈശോ പിതാവിൽ നിന്ന് വന്നു, മനുഷ്യനായി അവതരിച്ചു. മനുഷ്യനായി അവതരിച്ചതിന് ശേഷം യേശു തിരിച്ച് പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ് യേശു പിതാവിൻ്റെ അടുക്കിലേക്ക് പോയത്? ഈ മനുഷ്യനായി അവതരിച്ച ശരീരത്തിൽ മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് മരിച്ച് ഉയർത്തു. അതൊരു മഹത്വം. അതിനുശേഷം ഉയർത്തെഴുന്നേറ്റ യേശു 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്തത് രണ്ടാമത്തെ മഹത്വം. അങ്ങനെ മഹത്വീകൃതമായ മനുഷ്യപ്രകൃതി. ഇത് വളരെ അടിവരയിട്ട്, നിങ്ങൾ പുസ്തകമുള്ളവർ അവിടെ സ്ക്വയർ വരച്ചു വയ്ക്കുക. മഹത്വീകൃതമായ മനുഷ്യപ്രകൃതി. മനുഷ്യപ്രകൃതി തന്നെയാണ്. എന്നാൽ യേശു ജനിച്ചത് നമ്മളെപ്പോലെ നശ്വരമായ ശരീരത്തോടു കൂടെയാണ് ജനിച്ചത്. എന്നാൽ ആ ഈശോ അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി. മർത്യമായ ശരീരത്തോടും അമർത്യമായ ആത്മാവോടും കൂടി സ്ത്രീയിൽ നിന്ന് ജാതനായി. കണ്ടോ? ആ മർത്യ ശരീരത്തോട് മർത്യമായ ശരീരത്തോടും അമർത്യമായ ആത്മാവോടും കൂടി സ്ത്രീയിൽ നിന്ന് ജാതനായി. കണ്ടോ? മർത്യമായ ശരീരം. അമർത്യമായ ശരീരത്തിന് എന്ത് സംഭവിച്ചു? അമർത്യമായ ശരീരത്തോടെ ഇനി പിതാവിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. മർത്യമായ ശരീരം പീഡ സഹിച്ച് മരിച്ചു ഉയർത്തെഴുന്നേറ്റു. നമ്മളിത് മുമ്പ് ഉയർപ്പിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഉയർത്തു. ആ ഉയർത്ത ഈശോ 40 ദിവസം ആ ഉയർത്തെഴുന്നേറ്റ ശരീരത്തോടുകൂടി ഭൂമിയിൽ ശിഷ്യന്മാരോടൊപ്പം പല വിധത്തിൽ കാണപ്പെട്ടു. അതിനുശേഷം സ്വർഗാരോഹണം ചെയ്തു. ആ ശരീരം, മഹത്വീകരിക്കപ്പെട്ട ശരീരം പിതാവിൻ്റെ അടുത്തേക്ക് വീണ്ടും ചെന്നു. അതാണ്. അതുകൂടി വായിക്കാൻ പോവുകയാണ്. പിതാവിനോടുള്ള പ്രാർത്ഥനയുടെ നിഗൂഢ രഹസ്യം യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കൈമാറുമ്പോൾ, അവിടുന്ന് മഹത്വീകൃതമായ മനുഷ്യപ്രകൃതിയോടെ പിതാവിൻ പക്കലേക്ക് മടങ്ങിയതിന് ശേഷം അവരുടെയും നമ്മുടെയും പ്രാർത്ഥന എന്തായിരിക്കണമെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതാണ് പിതാവിനോടുള്ള പ്രാർത്ഥനയുടെ നിഗൂഢ രഹസ്യം. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കൈമാറുമ്പോൾ അവിടുന്ന് മഹത്വീകൃതമായ മനുഷ്യ പ്രകൃതിയോടെ പിതാവിൻ പക്കലേക്ക് മടങ്ങിയതിന് ശേഷം
അവരുടെയും നമ്മുടെയും പ്രാർത്ഥന എന്തായിരിക്കണമെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഇതായിരിക്കണം, അവൻ്റെ നാമത്തിൽ ചോദിക്കുക, അവൻ്റെ നാമത്തിൽ ചോദിക്കുക. യോഹന്നാൻ 14:13. നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. അതാണ് ഇതിനു മുൻപുള്ള വചനമാണ് 14:12. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട്, പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് എന്ന് പറയുന്നതിൽ വലിയ രഹസ്യം എഴുതിയിരിക്കുന്നത് എന്താ? പിതാവിൻ്റെ പോകുന്നത് ഏതവസ്ഥയിലാണ് പോകുന്നത്? മഹത്വീകൃതമായ അവസ്ഥയിൽ പോകുന്നത് കൊണ്ട് നിങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. പ്രൈസ് ദ ലോർഡ്. കണ്ടോ, എപ്പോഴാണത്? ഈശോയുടെ മഹത്വീകരണം കഴിഞ്ഞ്, ഉയർപ്പെഴുന്നേറ്റ് കഴിഞ്ഞ് പിതാവിൻ്റെ അടുത്തേക്ക് പോയി സ്വർഗാരോഹണം കഴിഞ്ഞു. ആ സ്വർഗാരോഹണം കഴിഞ്ഞ് പിതാവിൻ്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്ന ആ അവസ്ഥയിൽ നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും. അപ്പോൾ ഇവിടെ നമ്മുടെ വിശ്വാസത്തിൻ്റെ വലിയ ഒരു ഉയർച്ച വേണം. ഇവിടെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇവിടെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഈശോ ആ മർത്താ മറിയത്തോട് ലാസറിൻ്റെ ഭവനത്തിൽ വെച്ച് പറഞ്ഞു. അവർ പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. പക്ഷേ ഈശോ പറഞ്ഞു, നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ അവർ പറഞ്ഞു, അന്ത്യദിനത്തിൽ ഉയർക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോഴാണ് ഈശോ പറയണത്, ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇത് കേട്ടപ്പോൾ അവരുടെ വിശ്വാസം കൊടുമുടിയോളം വലുതായി. അതാണ് ഈശോയുടെ ഉത്ഥാനത്തിലുള്ള വിശ്വാസം. ഒരു സ്റ്റേജ് കണ്ടോ, അതാണ് വിശ്വാസം. അത് കഴിഞ്ഞിട്ട് എവിടെയാ അവൻ അടക്കിയിരിക്കുന്നത്? വരുവിൻ, അങ്ങോട്ട് പോകാം. അങ്ങനെ അവരൊരുമിച്ച് ഈ അന്ത്യദിനത്തിൽ ഉത്ഥാനം നൽകുന്ന ഉത്ഥാനവും ജീവനുമായ യേശു ക്രിസ്തു അവരോടൊപ്പം നടക്കണു. നടന്ന് കബറിടത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുക. അപ്പോൾ മാർത്ത പറയാണ്, അയ്യോ കർത്താവ്, ഇപ്പം 4-ാം ദിവസമായി, ഇപ്പം ശരീരം ചീഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും ഈശോ പറയാണ്, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? കണ്ടോ, അപ്പോൾ ഇവിടെ ആദ്യം അവൾ വിശ്വസിച്ചുവെങ്കിലും ആ വിശ്വാസത്തിന് ശേഷം ഇത് ശരിക്കും ഇപ്പം നടക്കാൻ പോവുകയാണെന്നുള്ള പ്രത്യാശ ഇല്ല. ആ പ്രത്യാശയില്ല. എന്താ പ്രത്യാശയ്ക്ക് ആവശ്യം? നിസ്സാര കാര്യമില്ല. ഈ മരിച്ച് ചീഞ്ഞ് തുടങ്ങിയ ആൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എങ്ങനെ പ്രത്യാശിക്കാൻ പറ്റും? അതാണ് പ്രത്യാശ. ആ 3 അപ്പം, വിശ്വാസം, പ്രത്യാശ. കണ്ടോ, അവിടെ ഇവൻ ഇപ്പോൾ എണിക്കുന്നോ? ഇപ്പോൾ 4 ദിവസമായി, ഇപ്പോൾ ചീഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, അവനിപ്പോൾ എണിറ്റ് വരുന്നോ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അവിടെ ഒരു പർട്ടിക്കുലർ, എന്താ വിശ്വാസത്തിൻ്റെ ഒരവസ്ഥ? കാണപ്പെടാത്തത് ഉണ്ട് എന്ന പ്രത്യാശയാണ് വിശ്വാസത്തിൽ വരുന്നത്. അപ്പോൾ അവൾ പറയാണ്, കർത്താവേ, 4 ദിവസമായി ദുർഗന്ധം വമിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ വീണ്ടും ഈശോ പറയാണ്, മാർത്ത, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നീ വിശ്വസിക്കുമെങ്കിൽ ദൈവമഹത്വം കാണും. ഇവിടെ ഈശോ പറയണത്, ഈ ഞാൻ പറയണത് നീ വിശ്വസിക്കൂ, അത് സംഭവിക്കുമെന്ന് പ്രത്യാശിക്കൂ, അത് സംഭവിക്കും. വിശ്വസിക്കുന്ന കർത്താവേ, പ്രത്യാശിക്കുന്ന കർത്താവേ, ഇപ്പോൾ റെഡിയായി. അപ്പോൾ യേശുവിന് ഈ അത്ഭുതം നടത്താൻ, പിതാവിനോട് പ്രാർത്ഥിക്കാൻ തന്നെ
ഈ ഒരു അവസ്ഥ വേണം, വിശ്വാസവും പ്രത്യാശയും. അതായത് യേശുവാണ് പുനരുത്ഥാനമെന്നും യേശുവിൻ്റെ പുനരുത്ഥിത അവസ്ഥയിലുള്ള പൂർണ്ണമായ പ്രത്യാശ, ആ പുനരുദ്ധിത അവസ്ഥയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഈ മരിച്ച മനുഷ്യന് പുതുജീവൻ നൽകാൻ പറ്റും എന്നുള്ള പ്രത്യാശ, വിശ്വാസം, പ്രത്യാശ. അതാണ് ഏതാണ്ട് ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം. മഹത്വീകൃതമായ മനുഷ്യപ്രകൃതിയുടെ പിതാവിൻ പക്കലേക്ക് മടങ്ങിയതിന് ശേഷം അവരുടെയും നമ്മുടെയും പ്രാർത്ഥന എന്തായിരിക്കണമെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അവൻ്റെ നാമത്തിൽ ചോദിക്കുക. അഭേദാവസ്ഥയിലുള്ള നാമത്തിലാണ് ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് 14-13 പറയുന്നത് എൻ്റെ നാമത്തിൽ. അപ്പോൾ എൻ്റെ നാമത്തിൽ എന്ന് പറയുന്നത് പിതാവിൻ്റെ അടുത്തേക്ക് പോയി കഴിയുന്ന അവസ്ഥയിലുള്ള എൻ്റെ നാമത്തിൽ, പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ പോയി കഴിയുന്നത് കൊണ്ട്, അതാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത കാര്യങ്ങളും ഇവയേക്കാൾ വലിയവയും ചെയ്യും. ശ്രദ്ധിക്കണം, എങ്ങനെ ചെയ്യും? എന്തുകൊണ്ട് ചെയ്യും? ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട്. എന്താ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴുള്ള എൻ്റെ അവസ്ഥ? പിതാവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ എൻ്റെ മാനുഷിക അവസ്ഥ, മനുഷ്യപ്രകൃതി മരിച്ചു, ഉയർത്തു, മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയാണ്. ആ അവസ്ഥയിലുള്ള മനുഷ്യപ്രകൃതിയാണ് പിന്നീട് ഈശോയ്ക്കുള്ളത്. ഒന്ന് വിശ്വസിച്ചേ, അതിൽ പ്രത്യാശിച്ച്. ആ മനുഷ്യപ്രകൃതിക്ക് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. അതാണ് പാതിരി പിയോയും അല്ലെങ്കിൽ മറ്റു പല വിശുദ്ധരും എല്ലാം സൈമൾട്ടേനിയസ് ആയിട്ട് പല സ്ഥലത്ത് കാണുന്നു. എന്തുകൊണ്ടാണ്? മഹത്വീകരിക്കപ്പെട്ട മനുഷ്യപ്രകൃതിയാണ്. ആ മഹത്വീകരിക്കപ്പെട്ട മനുഷ്യപ്രകൃതിക്ക് അതൊരു സ്പിരിച്വൽ ബോഡിയാണ്, ഒരാത്മീയ ശരീരമാണ്, അദൃശ്യമായ ശരീരമാണ്. അതിന് മതിലിലൂടെ തുളച്ചു കയറാൻ പറ്റും. അതിനെ ഏതവസ്ഥയിലേക്കും രൂപം മാറാൻ പറ്റും. സൂക്ഷ്മം, ദീപ്തം, ലഘുത്വം ഉള്ള ആ അവസ്ഥയാണത്. ആ അവസ്ഥയിൽ പിതാവിലേക്ക് പോകുന്നു. അങ്ങനെ പിതാവിലേക്ക് പോയ ആ യേശുവിൻ്റെ നാമത്തിൽ നീ എന്ത് ചോദിച്ചാലും അവൻ്റെ നാമത്തിൽ ചോദിക്കുക. യോഹന്നാൻ 14:13 എന്നതിലാണ് പുതുമ. കണ്ടോ, അതിലാണ് പുതുമ. ഇവിടെ പുതുയായി എന്നതിലാണ് പുതുമ. വളരെ ശ്രദ്ധിക്കുക, എന്നതിലാണ് പുതുമ. അവനിലുള്ള വിശ്വാസം. ആരിലുള്ള വിശ്വാസം? ഈ മഹത്വീകൃതമായ മനുഷ്യപ്രകൃതിയോടെ പിതാവിലേക്ക് സ്വർഗാരോഹണം ചെയ്ത അവനിലുള്ള വിശ്വാസം പിതാവിനെ പറ്റിയുള്ള അറിവിലേക്ക് ശിഷ്യന്മാരെ നയിക്കുന്നു. പിതാവിനെ പറ്റിയുള്ള അറിവിലേക്ക് ശിഷ്യന്മാരെ നയിക്കുന്നു. അപ്പം ഇത് വളരെ വലിയ കാര്യമാണ് കേട്ടോ സ്നേഹമുള്ളവരെ. ഇത് പിടികിട്ടിയാൽ അതാണ് പുതിയ കാര്യമെന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. കണ്ടോ, എന്നതിലാണ് പുതുമ. എന്താണ് പുതുമ? ഈ അവസ്ഥയിലുള്ള യേശുവിനെ നമ്മൾ മനസ്സിലാക്കണം. ഈ അവസ്ഥയിലാണ് ഈശോ ഇപ്പോൾ നമ്മളിൽ വസിക്കുന്നത്. ഈ അവസ്ഥയിലാണ് ഈശോ കുദാശകളിലെല്ലാം പരികർമ്മം ചെയ്യുന്നത്. ഈ അവസ്ഥയിലാണ് ഈ വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പോൾ. ഈ അവസ്ഥയാണ് നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. അത് ഈ അവസ്ഥയിലുള്ള യേശു നമ്മളിലേക്ക് വരാൻ പോവുകയാണ്. ഈശോ മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി വിശ്വാസിക്ക് നൽകപ്പെടുന്നു.
ആ സമയത്ത് ഈ സ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ് മഹത്വീകരിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പോയ ആ ക്രിസ്തു നമ്മളിലേക്ക് പൂർണ്ണമായിട്ട് നമ്മളുടെ അകത്തേക്ക് കടന്നു വരാൻ പറ്റും. ആ അവസ്ഥയിൽ കടന്നു വരാൻ പറ്റുള്ളൂ. ഈ പലസ്തീനയിലെ തെരുവുകളിൽ നടന്ന മർത്യ ശരീരമുള്ള യേശു അല്ല. ആ മർത്യ ശരീരം മരിച്ചു, അതുയർത്തു, അത് മഹത്വീകരിക്കപ്പെട്ടു. ആ മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയാണ് ക്രിസ്ത്യാനിയുടെ ആരംഭം. അവിടെയാണ് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ ആരംഭം. അതാണ് പുതുമ. അതിലുള്ള വിശ്വാസമാണ്, അതിലുള്ള പ്രത്യാശയാണ് അടുത്തത്. വിശ്വാസം ഇല്ല, അതിനു മുമ്പ് എന്നതിലാണ് പുതുമ. എന്നതിലാണ് പുതുമ. ആ അക്ഷയം, സൂക്ഷ്മം, ലഘുത്വം, ദീപ്തമായ ഈ ശരീരം, അതിലാണ് പുതുമ. അതാണ് ക്രിസ്തീയതയുടെ വലിയ രഹസ്യം. അതാണ് നമ്മൾ കർത്താവേ അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും നിത്യജീവൻ നൽകുന്നതിനും ആ സർവാധിപനാം കർത്താവെല്ലാം പാടിക്കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇനി ശ്രദ്ധിക്കണം, അവനിലുള്ള വിശ്വാസം. ഇവിടെ അവനിലുള്ളതെന്ന് പറയുമ്പോൾ ഈ പുതിയ അവസ്ഥയിലുള്ള വിശ്വാസം പിതാവിനെ പറ്റിയുള്ള അറിവിലേക്ക് ശിഷ്യന്മാരെ നയിക്കുന്നു. ഇപ്പോഴാണ് ആ പിതാവിൻ്റെ അറിവിലേക്ക് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ടാണ് എന്തെന്നാൽ യേശുവാണ് വഴിയും സത്യവും ജീവനും. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും എന്ന് പറയുന്നത് ഈ ഉത്ഥാനശേഷം സ്വർഗാരോഹണം ചെയ്ത അവസ്ഥയാണ്. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. പിതാവിലേക്കുള്ള വഴി, പിതാവിൻ്റെ അറിവിനെക്കുറിച്ചുള്ള വഴി, പിതാവിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചുള്ള വഴി. ഇനി കേൾക്കുന്നത് വളരെ പ്രധാനമാണ്. വിശ്വാസം അതിൻ്റെ ബലം പുറപ്പെടുവിക്കുന്നത് സ്നേഹത്തിലാണ്. അതാണ് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. വിശ്വാസം അതിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നത് സ്നേഹത്തിലാണ്. യേശുവിൻ്റെ വചനവും കൽപ്പനകളും അനുസരിക്കുക. യേശുവിൻ്റെ വചനവും കൽപ്പനകളും അനുസരിക്കുക. എന്താണ് യേശുവിൻ്റെ കൽപ്പന? ഒറ്റ കൽപ്പനയേ ഉള്ളൂ. ഇനി എന്താണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. എനിക്ക് ശത്രുക്കളെപ്പോലും സ്നേഹിച്ച് മിത്രമാക്കാൻ കഴിയുന്നു. ശത്രുക്കളെപ്പോലും സ്നേഹിച്ച് മിത്രമാക്കാൻ കഴിയും. അതാണ് മനുഷ്യർ ചെയ്ത ഏറ്റവും വലിയ ശത്രുത. ദൈവപുത്രനായ യേശുവിനെ കുരിശിൽ തറച്ചു കൊന്നു എന്നതാണ്. എന്നാൽ അവരെ യേശു സ്നേഹിക്കുന്നു. അതാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ. ആ സ്നേഹമാണ് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് നൽകപ്പെടുന്നത്. അതുകൊണ്ടാണ് റോമാക്കാർക്ക് ഇത് ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ പറയുന്നത്, കഷ്ടത നമുക്കുണ്ടാവും. എന്നാൽ കഷ്ടത സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും നൽകുന്നു. ആ പ്രത്യാശ നമ്മളെ നിരാശപ്പെടുത്തുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുന്നു. കഷ്ടതകളുണ്ടാവും. പക്ഷേ അത് നമ്മളെ സഹനശീലം ആത്മധൈര്യവും ഉണ്ടോ, ഒരു പടിപടിയായിട്ടാണ്. കുരിശിൻ്റെ വഴിയാണത്. സഹനശീലം. ആ സഹനശീലം എന്തുൽപ്പാദിപ്പിക്കുന്നു? ആത്മധൈര്യം ഉൽപ്പാദിപ്പിക്കുന്നു.
ആ ആത്മധൈര്യത്തിൽ നിന്നുണ്ടാകുന്നതാണ് പ്രത്യാശ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ആ വിശ്വാസത്തിലൂടെയുള്ള നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടത, ആ കഷ്ടതകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തളരരുത്. സഹനശീലത്തിലേക്ക് വരുന്നു. ഈശോയുടെ ജീവിതമാണത്, സഹനശീലം. സഹനശീലം, സഹനമല്ല സഹനശീലം, അതെല്ലാ ദിവസവും ഉണ്ടാവും. ആ സഹനശീലം നമ്മൾക്ക് ആത്മധൈര്യം നൽകുന്നു. ആത്മധൈര്യമാണ് ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടത്. എന്ത് ഭയാനകമായ സഹനങ്ങളുണ്ടായാലും ആ സമുദ്രതീരത്ത് കുറ്റിയടിച്ചിരിക്കുന്ന ആ കല്ലിനെ പോലെ ആയിരിക്കണം. അതിൽ തിരമാലകൾ ആഞ്ഞടിക്കും, എന്നാൽ ആ കല്ല് അനങ്ങില്ല. അതുപോലെ ഒരു ആത്മധൈര്യം. കാരണം ത്രിത്വൈക ദൈവം നമ്മിൽ വസിക്കുന്നു. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മിൽ വസിക്കുന്നു. ആ ഉയർത്തെഴുന്നേറ്റത് എങ്ങനെയാ? അരുളി ചെയ്ത പോലെ ഉയർത്തെഴുന്നേറ്റു. അതാണ് അവിടുത്തെ വചനം. അവിടുത്തെ വചനത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്താ? അരുളി ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് വചനം പറഞ്ഞു, അവരെന്നെ കൊല്ലും, എന്നാൽ 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അരുളി ചെയ്ത പോലെ അവൻ ഉയർത്തെഴുന്നേറ്റു. വിശ്വാസം അതിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നത് സ്നേഹത്തിലാണ്. യേശുവിൻ്റെ വചനവും കൽപ്പനകളും അനുസരിക്കുക. അതാണ് യേശുവിൻ്റെ വചനവും കൽപ്പനകളും അനുസരിക്കുക. യേശുവിൻ്റെ വചനവും കൽപ്പനകളും അനുസരിക്കുക. 2614. ഇതാണ് പുതിയ നിയമം. യേശുവിൻ്റെ വചനവും കൽപ്പനകളും അനുസരിക്കുക. വേറെ ആരും ഇന്നേ വരെ പറഞ്ഞ മാതിരി ഉയർത്തെഴുന്നേറ്റിട്ടില്ല, ആരും പറഞ്ഞിട്ടുമില്ല. യേശുവിൻ്റെ വചനവും കൽപ്പനകളും അനുസരിക്കുക. വേറെ ആരും ഇങ്ങനൊരു കൽപ്പന നൽകിയിട്ടില്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ സ്നേഹിക്കുക. ഞാൻ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി സ്നേഹത്തിൻ്റെ ഒരു ടാങ്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. സ്നേഹത്തിൻ്റെ വലിയ ഒരു നിക്ഷേപം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൽ നിന്ന് നിങ്ങളെടുത്ത് സ്നേഹിക്കാനാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഞാൻ സ്നേഹത്തിൻ്റെ ഒരു വലിയ നിക്ഷേപം ഉണ്ടാക്കിയിരിക്കുന്നു. ശത്രുവിനെ പോലും സ്നേഹിച്ചുകൊണ്ടുണ്ടാക്കിയിരിക്കുന്നു. എൻ്റെ ജീവൻ കൊടുത്തുണ്ടാക്കിയിരിക്കുന്ന ആ സ്നേഹ നിക്ഷേപത്തിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ തരികയാണ്. യേശുവിൻ്റെ വചനവും കൽപ്പനകളും പാലിക്കുക. അവനോടൊപ്പം പിതാവിൽ വസിക്കുക. പ്രൈസ് ദ ലോർഡ്. അവനോടൊപ്പം പിതാവിൽ വസിക്കുക. കണ്ടോ? അതാണ് യോഹന്നാൻ 14, 19, 20, 21, 22 14, 23 പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുമെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കും. ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസമുറപ്പിക്കും. അതാണ് ത്രിത്വൈക ദൈവത്തിൻ്റെ സഹവാസം. പിതാവിൽ വാസമുറപ്പിക്കുക. ഞാൻ എൻ്റെ പിതാവിലും പിതാവ് എന്നിലും എന്ന പോലെ നിന്നിൽ ഞാനുമേ എന്നിൽ നീ ഇങ്ങനെ നാം. നമ്മൾ ഓരോരുത്തരിലും പിതാവ് വസിക്കുന്നു, നാം പിതാവിലാണ്. ഈ അവസ്ഥയിലാണ് നമ്മുടെ പ്രാർത്ഥനകളെന്ന് മനസ്സിലാക്കണം. എന്തോ ഒരു വിസ്മയമായിരിക്കും അത്. അവനോടൊപ്പം പിതാവിൽ വസിക്കുക. അവനോടൊപ്പം പിതാവിൽ വസിക്കുക. പിതാവ് നമ്മോടൊപ്പം വസിക്കത്തക്ക വിധം അവനിൽ നമ്മെ സ്നേഹിക്കുന്നു. പിതാവ് നമ്മോടൊപ്പം വസിക്കത്തക്ക വിധം. ഇതാ യോഹന്നാൻ 14:20. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. അതാണ് പിതാവ്. നമ്മുടെ പണ്ടുകാലത്തെ ധ്യാനങ്ങളിൽ ഞാൻ 3 പേരെ സ്റ്റേജിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഒരു ടാബ്ലോ
ഒരു 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 ഡ്രാമ നടത്തുമായിരുന്നു. അതായത് രണ്ടുപേരിങ്ങനെ നിൽക്കുന്നു, രണ്ടുപേരെ ഒരാളുടെ 2 വശത്തുനിന്ന് കെട്ടിപ്പിടിക്കുന്നു. അതാണ് ഞാനും പിതാവും നിങ്ങളിൽ വസിക്കുന്നു. ഞാനും പിതാവും നിങ്ങളിലായിരിക്കുമ്പോൾ അവിടെ വേറൊരാളുണ്ട്, പുറകുവശത്ത് ഒരാളിങ്ങനെ കാണാണ്ട് നിൽക്കുകയാണ്. അതാരാ? പരിശുദ്ധാത്മാവ്. ഞാനും പിതാവും, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ആയിരിക്കുമ്പോൾ അവിടെ ത്രിത്വം വന്നു കഴിഞ്ഞു. ഞാൻ എൻ്റെ പിതാവിലും. അപ്പോൾ നിങ്ങൾ സങ്കല്പിക്കുക, നിങ്ങളവിടെ നിൽക്കുന്നു, 2 വശത്തും 2 ആൾ. അപ്പോൾ അതാരാ? ഞാനും പിതാവും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും. അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിൽ ത്രിത്വം നമ്മളിൽ വന്നു കഴിഞ്ഞു. അവിടെ പരിശുദ്ധാത്മാവെന്ന് എഴുതിയിട്ടില്ല. എന്തുകൊണ്ട് എഴുതിയിട്ടില്ല? പിതാവും പുത്രനും എവിടെ ഉണ്ടാകുന്നുവോ അവിടെ പരിശുദ്ധാത്മാവുണ്ട്. അവിടെ പരിശുദ്ധാത്മാവുണ്ട്. അവിടെ പരിശുദ്ധാത്മാവുണ്ട്. അത് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ ആ ത്രിത്വാത്മക ജീവിതം, പിതാവ് നമ്മോടൊപ്പം വസിക്കത്തക്ക വിധം, അവനോടൊപ്പം പിതാവിൽ വസിക്കുക, പിതാവ് നമ്മോടൊപ്പം വസിക്കത്തക്ക വിധം അവനിൽ നമ്മെ സ്നേഹിക്കുന്നു. ഈ പുതിയ ഉടമ്പടിയിൽ നമ്മുടെ യാചനകൾ ശ്രവിക്കപ്പെടുമെന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനം യേശുവിൻ്റെ പ്രാർത്ഥന തന്നെയാണ്. യേശുവിൻ്റെ പ്രാർത്ഥന അതാണ്. 14 യോഹന്നാൻ 14:13 കഴിഞ്ഞിട്ട് 14:14 പറയുകയാണ്, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. അപ്പോൾ എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട്, അതായത് ഈ മഹത്വീകരിക്കപ്പെട്ട് പിതാവുമായിട്ട് ഒന്നായിരിക്കുന്ന അവസ്ഥയിൽ, ആ ത്രിത്വൈക ദൈവവുമായിട്ട് ഒന്നായിരിക്കുന്ന അവസ്ഥയിൽ, പിതാവുമായിട്ട് ഒന്നായിരിക്കുന്ന അവസ്ഥയിൽ എന്ത് ചോദിച്ചാലും ഞാനത് ചെയ്തു തരും. നമ്മുടെ വിശ്വാസത്തിലുണ്ടാകേണ്ട വലിയ ഒരു രഹസ്യമാണിത്. ഇതാണ് പുതിയ ഉടമ്പടി. പുതിയ ഉടമ്പടിയിൽ നമ്മുടെ യാചനകൾ ശ്രവിക്കപ്പെടുമെന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനം യേശുവിൻ്റെ പ്രാർത്ഥന തന്നെയാണ്. കാരണം അവിടെ യേശു തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. യേശു തന്നെയാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ആ 3 അപ്പം ചോദിക്കാൻ വരുന്നത് ഒരുപക്ഷെ യേശു തന്നെയാണ് നമുക്ക് വേണ്ടി. യേശുവാണ് ഏക മധ്യസ്ഥൻ. തന്നേ തീരൂ. 3 അപ്പം. എൻ്റെ ഒരു സ്നേഹിതൻ അവിടെ രാത്രിയിൽ വിശന്നിട്ടിരിക്കുകയാണ്. യാത്രാമധ്യേ അവന് ഭക്ഷിക്കാനൊന്നുമില്ല. എനിക്ക് തന്നേ തീരൂ 3 അപ്പം, തന്നേ തീരൂ എന്ന് പുത്രൻ തമ്പുരാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഈ മകന് അവൻ ഭക്ഷിക്കാനൊന്നുമില്ല, അല്ലെങ്കിൽ എൻ്റെ ഈ സ്നേഹിതന്, ഈശോ പറഞ്ഞു ഞാൻ നിങ്ങളെ സ്നേഹിതനെന്ന് വിളിക്കുന്നു. അതാണ് അവിടെ മറ്റൊരു സ്നേഹിതൻ എന്ന് പറയുന്നത് പിതാവായിട്ട് എടുക്കാം. കാരണം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം കിടക്കയിൽ കിടക്കുകയാണ്. അതൊരു പിതാവിൻ്റെ അവസ്ഥയല്ലേ? ഞാൻ കുഞ്ഞുങ്ങളോടൊപ്പം കിടക്കയിൽ കിടക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ പുതിയ ഉടമ്പടിയിൽ നമ്മുടെ യാചനകൾ ശ്രവിക്കപ്പെടുമെന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനം യേശുവിൻ്റെ പ്രാർത്ഥന തന്നെയാണ്. അതാണ് യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ 2614 ഈ 2616 പ്രസിദ്ധമായ നമ്മളെപ്പോഴും പറയാറുള്ള വിശുദ്ധ അഗസ്തീനോസ് യേശുവിൻ്റെ പ്രാർത്ഥനയുടെ 3 മാനങ്ങളെ വിദഗ്ധമായി സഹകരിച്ചു. നമ്മുടെ പുരോഹിതനായി അവിടുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ശിരസ്സായി നമ്മിൽ പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ദൈവമായി നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. യേശുവിൻ്റെ പ്രാർത്ഥന. അപ്പോൾ നമ്മൾക്കുള്ള ഏറ്റവും വലിയ ഉറപ്പ് എന്താണ്? യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മാർപ്പാപ്പ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഈശോ പിതാവിൻ്റെ അടുത്തേക്ക് എന്നിട്ട് ഈ കൈകളിലെ മുറിവുകൾ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടോ, ഞാൻ ഇവർക്ക് വേണ്ടി പീഡ അനുഭവിച്ചു, ഇവർക്ക് വേണ്ടി ഞാൻ പീഡ അനുഭവിച്ചു പിതാവേ, അതുകൊണ്ട് ഇവർക്ക് വേണ്ടി ഞാൻ ഈ ചോദിച്ചെല്ലാം ചെയ്തു തരണം, തന്നേ തീരൂ, തന്നേ തീരൂ.
എന്തോ ഒരു വിസ്മയമാണ്. നമ്മൾ ഇനി ഇതിൻ്റെ സൈഡ് പാരഗ്രാഫിലേക്ക് പോകാം. 434 യേശുവിൻ്റെ പുനരുത്ഥാനം. 434 യേശുവിൻ്റെ പുനരുത്ഥാനം രക്ഷകനായ ദൈവത്തിൻ്റെ നാമം മഹത്വീകരിക്കുന്നു. അതാണ് ഈ മഹത്വീകരിക്കുന്ന അവസ്ഥയിലാണ് ക്രിസ്തീയത ആരംഭിക്കുന്നതെന്ന് മനസ്സിലാക്കണം. എവിടെയാണ് ക്രിസ്തീയത ഉത്ഭവിക്കുന്നത്? ക്രിസ്തീയത ഉത്ഭവിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ നിന്നാണ്. മഹത്വീകരിക്കപ്പെട്ട കർത്താവിൽ നിന്നാണ് ക്രിസ്തീയത ഉത്ഭവിക്കുന്നത്. ക്രിസ്ത്യാനികളുണ്ടായത് യേശു പരസ്യജീവിത കാലത്തുണ്ടാക്കിയ ഒരു സംവിധാനമല്ല. ക്രിസ്ത്യാനികളുണ്ടായത് യേശുവിൻ്റെ പുനരുത്ഥാന ശേഷം യേശു പറഞ്ഞു, നിങ്ങൾ പട്ടണം വിട്ടു പോകരുത്, ഞാൻ സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ചെന്ന് അവിടെ നിന്ന് ആത്മാവിനെ അയക്കുമ്പോഴാണ്. ആ ആത്മാവിനാൽ നിറഞ്ഞവരായ ഒരു സമൂഹമാണ് പിന്നീട് പറഞ്ഞത്. അവർ വേറൊരു ഗ്രൂപ്പാണ്. അവർ വളരെ വ്യത്യസ്ത ജീവിത രീതിയുള്ളവരാണ്. അവർ യേശുക്രിസ്തുവിനാൽ നിറഞ്ഞവരാണ്. അവർ ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ഇത് നമ്മൾ സ്ഥായിയായിട്ടൊരു കാര്യം. നമ്മൾ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്, നമ്മുടെ ക്രിസ്തീയത എവിടെ നിന്ന് ഉത്ഭവിച്ചു? മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തുവിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. നമ്മൾ സീറോ മലബാറിൻ്റെ ആ കുരിശ് കാണുന്നില്ല. ആ സീറോ മലബാർ കുരിശിൽ അതിൻ്റെ ഓരോ അഗ്രത്തിലും കാണുന്ന ആ പൂമൊട്ടുകൾ, അതാണ് മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തു. ആ പൂമൊട്ടുകൾ മഹത്വമാണത്. ഉത്ഥാനത്തിൻ്റെ മഹത്വമാണ് ആ പൂമൊട്ടുകൾ. പരിശുദ്ധാത്മാവ് കുരിശിലേക്ക് വരുന്നു. കുരിശിൽ ക്രിസ്തു ഇല്ല. കുരിശിലെ ക്രിസ്തു മഹത്വീകരിക്കപ്പെട്ടു. ആ മഹത്വീകരിക്കപ്പെട്ട അതാണ് യേശുവിൻ്റെ പുനരുത്ഥാനം. 434 രക്ഷകനായ ദൈവത്തിൻ്റെ നാമം മഹത്വീകരിക്കുന്നു. കാരണം അപ്പോൾ മുതൽ എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമത്തിൻ്റെ 27 അത് ഫിലിപ്പിയർ 2:9 മുതൽ 10 വരെ പരമശക്തിയെ, നാമത്തിൻ്റെ പരമശക്തിയെ അതിൻ്റെ പൂർണ്ണതയിൽ പ്രകടമാക്കുന്നത് യേശുവിൻ്റെ നാമമാണ്. യേശുവിൻ്റെ ഏത് നാമം? ഉത്ഥാനം ചെയ്ത പുനരുത്ഥാനത്തിന് ശേഷമുള്ള അവസ്ഥ യേശുവിൻ്റെ നാമമാണ്. ദുഷ്ടാരൂപികൾ അവിടുത്തെ നാമം ഭയപ്പെടുന്നു. ഏത് നാമമാണ് ഭയപ്പെടുന്നത്? ഉയർത്തെഴുന്നേറ്റ് പിശാചിനെ നശിപ്പിച്ച ആ ഉത്ഥാനത്തിൻ്റെ അവസ്ഥ. പിശാചിനെയും പാപത്തെയും നശിപ്പിച്ച് കഴിഞ്ഞു. അപ്പോഴേക്കും അതാണ് രാജ്യവും മഹത്വവും ശക്തിയും എന്നേക്കും അങ്ങയുടേതാകുന്നു എന്ന് പറയുന്ന അവസ്ഥ. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ അതില്ല. കാരണം ആ സമയത്ത് ഈശോ രാജ്യം സംസ്ഥാപിതമാക്കിയിട്ടില്ല. ഈശോ മഹത്വീകരിക്കപ്പെട്ടിട്ടില്ല. ഈശോ കുരിശിൽ ബലിയർപ്പിച്ച് കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയിലൂടെ അങ്ങയുടെ രാജ്യം സംസ്ഥാപിതമാക്കി കഴിഞ്ഞു. അതാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയിലെ അവസാന ഭാഗം നമ്മൾ ഓർക്കേണ്ടത്. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാണ്. അപ്പോൾ അവിടെ യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ ശിഷ്യന്മാർ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. എന്തെന്നാൽ അവിടുത്തെ നാമത്തിൽ അവർ ചോദിക്കുന്നത് എന്തും പിതാവ് അവർക്ക് നൽകുന്നു. 28 അതാണ്. അപ്പോൾ യോഹന്നാൻ്റെ 14-15 പറഞ്ഞത് അവിടെ പൂർത്തിയാകുന്നു. അവിടുത്തെ നാമത്തിൽ അവർ ചോദിക്കുന്നത് എന്തും പിതാവ് അവർക്ക് നൽകുന്നു. ഇവിടെ നിർത്താം. എന്നിട്ട് നമുക്കൊന്ന് ശരിക്കും ആത്മാർത്ഥമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം.